സിവിൽ സർവീസ് എന്ന വലിയ സ്വപ്നവുമായി യു.പിയിൽ നിന്നും രാജ്യതലസ്ഥാനത്തേക്ക് എത്തിയതാണ് രാംകേഷ് മീണ എന്ന ചെറുപ്പക്കാരൻ. ഡൽഹിയിൽ അപ്പാർട്ട്മെൻറ്റിൽ താമസിച്ചായിരുന്നു പരിശീലനം. അതിനിടെ പരിചയപ്പെട്ട അമൃത എന്ന ഡിഗ്രി വിദ്യാർത്ഥിനിയുമായി അയാൾ അടുക്കുന്നു. പിന്നീട് ലിവിംഗ് റിലേഷൻ. ഈ മാസം 5-ന് മീണയെ അപ്പാർട്ട്മെൻറ്റിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയതോടെയാണ് ഇരുവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എല്ലാവരും അറിയുന്നത്. എന്നാൽ യുവാവിൻ്റെ മരണത്തിൽ ആർക്കും ആദ്യം സംശയമൊന്നും തോന്നിയില്ല. പിന്നീട് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ കണ്ടെത്തിയ CCTV ദൃശ്യങ്ങളും മൊബൈൽ ടവർ ലൊക്കേഷനും കേസിൻ്റെ ചുരുളഴിച്ചു. പങ്കാളി അമൃതയും ഇവരുടെ മുൻ കാമുകൻ സുമിത് കശ്യപും സുഹൃത്ത് സന്ദീപ് കുമാറും ചേർന്ന് നടത്തിയ ആസൂത്രിതമായ കൊലപാതകം. യുവതിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തിയതിൻ്റെ പകവീട്ടലാണ് കൊലയ്ക്ക് കാരണമെന്ന് പ്രതികൾ മൊഴി നൽകി. ഈ മാസം 5-നാണ് പ്രതികളായ സുമിത്തും സന്ദീപും അമൃതയും രാംകേശ് താമസിക്കുന്ന ഫ്ളാറ്റിലേക്ക് എത്തുന്നത്. ഫ്ളാറ്റിൽ സുമിത്തും സന്ദീപും ചേർന്ന് രാംകേശിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. മരണം ഉറപ്പിച്ചതോടെ മൃതദേഹം കത്തിക്കാനായിരുന്നു തീരുമാനം. ഇതിനായി എണ്ണയും നെയ്യും വൈനും മൃതദേഹത്തിൽ ഒഴിച്ചു. പിന്നാലെ അടുക്കളയിലെ ഗ്യാസ് സിലിണ്ടറും തുറന്നിട്ടു. മുറിയിൽ ഗ്യാസ് നിറഞ്ഞതോടെ ലൈറ്റർ ഉപയോഗിച്ച് തീ കൊളുത്തിയ ശേഷം പ്രതികൾ വാതിൽ പൂട്ടി പുറത്തിറങ്ങി. തുടർന്ന് പ്രതികൾ ഫ്ളാറ്റിൽ നിന്ന് പോയതിന് പിന്നാലെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് വലിയ തീപിടുത്തമുണ്ടാവുകയായിരുന്നു. ഫ്ളാറ്റിൽ നിന്ന് മടങ്ങുന്നതിന് മുൻപ് രാംകേശിന്റെ 2 ലാപ്ടോപ്പുകളും ഹാർഡ് ഡിസ്കും പ്രതികൾ കൈക്കലാക്കിയിരുന്നതായി പോലീസ് പറഞ്ഞു. തന്റെ സ്വകാര്യ ചിത്രങ്ങൾ കാമുകൻ മീണ രഹസ്യമായി സൂക്ഷിച്ചതിന്റെ വിരോധമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് കണ്ടെത്തൽ. മീണയും അമൃതയും കഴിഞ്ഞ മെയ് മുതലാണ് അപ്പാർട്ട്മെന്റിൽ ഒരുമിച്ച് താമസം ആരംഭിച്ചത്. അതിനിടെ തന്റെ സ്വകാര്യ ചിത്രങ്ങളും വീഡിയോകളും മീണ രഹസ്യമായി റെക്കോർഡ് ചെയ്ത് ഹാർഡ് ഡിസ്കിൽ സൂക്ഷിച്ചിട്ടുള്ളതായി അമൃത കണ്ടെത്തി. ഇവ ഡിലീറ്റ് ചെയ്യണമെന്ന് അമൃത പലതവണ ആവശ്യപ്പെട്ടിട്ടും മീണ കൂട്ടാക്കിയില്ല. ഇതേ തുടർന്നാണ് മീണയെ കൊല്ലാൻ അമൃത പദ്ധതിയിട്ടത്. ഇതിനായി മുൻ കാമുകൻ സുമിത്തിനെ അമൃത ബന്ധപ്പെടുകയായിരുന്നു. ഡിഗ്രി ഫോറൻസിക് സയൻസ് വിദ്യാർത്ഥിയായ അമൃതയുടെ അറിവും പാചകവാതക വിതരണക്കാരനായ സുമിത്തിന്റെ വൈദഗ്ധ്യവും ഉപയോഗിച്ചാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത്. കൊലപാതകത്തിന് ശേഷം ഫ്ളാറ്റിന് തീയിട്ട് തീപിടുത്തം മൂലമുള്ള അപകടമരണമായി ചിത്രീകരിക്കാനായിരുന്നു ശ്രമം. സുമിത്ത് സുഹൃത്ത് സന്ദീപിനെയും കൂട്ടി അപ്പാർട്ട്മെന്റിലെത്തിയാണ് കൊലപാതകം നടത്തിയത്. തീപിടുത്തത്തിലുണ്ടായ മരണമെന്ന് ആദ്യം കരുതിയെങ്കിലും ദുരൂഹത ആരോപിച്ച് മീണയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയതോടെയാണ് സത്യം പുറത്തുവന്നത്. തീപിടുത്തമുണ്ടായ ദിവസം അപ്പാർട്ട്മെന്റിൽ 2 പേർ മുഖം മറച്ചെത്തുന്നതിന്റെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിരുന്നു. പുലർച്ചെ 2:45-ന് അമൃതയും ഒരാളും പുറത്തേക്ക് പോകുന്നത് കണ്ടതിന് തൊട്ടു പിന്നാലെയാണ് അപ്പാർട്ട്മെന്റിൽ സ്ഫോടനം നടന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സുമിത്ത് ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ച് സ്ഫോടനം നടത്തിയതായി തെളിഞ്ഞു. രക്ഷപ്പെടുന്നതിന് മുൻപ് സംശയം ഒഴിവാക്കാൻ ഇരുമ്പ് ഗേറ്റിലെ ഒരു ചെറിയ ദ്വാരത്തിലൂടെ ഫ്ളാറ്റ് അകത്തുനിന്ന് പൂട്ടി. CCTV ദൃശ്യങ്ങളിൽ കണ്ട യുവതി രാംകേശിനൊപ്പം താമസിച്ചിരുന്ന അമൃത ചൗഹാനാണെന്ന് പോലീസ് അന്വേഷണത്തിൽ തിരിച്ചറിഞ്ഞിരുന്നു. തീപിടുത്തമുണ്ടായ സമയം അമൃത ഇവിടെ ഉണ്ടായിരുന്നതായി മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ പരിശോധനയിലും സ്ഥിരീകരിച്ചു. തുടർന്ന് കഴിഞ്ഞ ദിവസം പോലീസ് യുവതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ രാംകേശിനെ കൊലപ്പെടുത്തിയതാണെന്ന് അവർ വെളിപ്പെടുത്തി. പിന്നാലെ മുൻ കാമുകൻ സുമിത് കശ്യപിനെയും സന്ദീപ് കുമാറിനെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തെളിവുകൾ നശിപ്പിക്കാനായി അപ്പാർട്ട്മെന്റിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ മീണയുടെ ഹാർഡ് ഡിസ്ക്, ലാപ്ടോപ്പുകൾ, മറ്റു വസ്തുക്കൾ എന്നിവ പ്രതികളിൽ നിന്ന് കണ്ടെടുത്തു. ഇവരുടെ മൊബൈൽ ഫോണുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 ഡൽഹി.